ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാഗ്ദാനം, വിശ്വാസം. ഈ രണ്ട് മലയാളം വേർഡിന്റെ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യാനാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വേർഡാണ് വാഗ്ദാനം, അല്ലേ? ഇത് നമ്മൾ മലയാളത്തിൽ ഒരു സെന്റൻസ് എങ്ങനെയാ നമുക്ക് നോക്കാം. ആദ്യം, ഇങ്ങനെ സംഭവിക്കില്ല എന്ന് അവൻ എനിക്ക് വാഗ്ദാനം നൽകി. എന്താണ് ഇങ്ങനെ സംഭവിക്കില്ല എന്ന് എനിക്ക് അവൻ വാഗ്ദാനം നൽകി എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് അവൻ എനിക്ക് വാഗ്ദാനം നൽകി. നമ്മളിവിടെ ആരെ പറ്റി സംസാരിക്കുന്നേ? അവനെ പറ്റി, അല്ലേ? അപ്പോൾ അത് നമ്മൾ എന്താ എഴുതേണ്ടത്? ഹീ ആണ് എഴുതേണ്ടത്, അല്ലേ? സോ ഹീ എന്താ തന്നത്? വാഗ്ദാനം നൽകി എന്നാണ് പറയുന്നത്. സോ ഹീ അഷ്യൂർഡ് മീ. അപ്പോൾ എന്താണ് വാഗ്ദാനം എന്നുള്ള വാക്കിന്റെ ഇംഗ്ലീഷ് വേർഡാണ് അഷ്യൂർഡ്. പക്ഷെ ഒറിജിനലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഷ്വറൻസ് ആണ് വരുന്നത്. ഓക്കെ, അഷ്വറൻസ്. പക്ഷെ നമ്മളിത് എന്താണ് ഒരു സെന്റൻസിൽ ചേർക്കും, നമ്മൾ അഷ്വേർഡ് തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, സോ ഹി അഷ്വേർഡ് മീ ദാറ്റ് എന്താണ് ഇങ്ങനെ സംഭവിക്കില്ല എന്നാണ് പറയുന്നത്, അല്ലേ? സോ ഹി അഷ്വേർഡ് മീ ദാറ്റ് ഇറ്റ് വോണ്ട് ഹാപ്പൻ അഗെയിൻ. ഹി അഷ്വേർഡ് മീ ദാറ്റ് ഇറ്റ് വോണ്ട് ഹാപ്പൻ അഗെയിൻ. ഇങ്ങനെയാണ് ഈ പറയുന്ന വാഗ്ദാനം എന്നുള്ള വാക്ക് ഇങ്ങനെ നമുക്ക് ആക്കാൻ പറ്റുന്നത്. വളരെ സിമ്പിൾ ആണ്. സെക്കൻഡ് ആണ് എന്ത്? വിശ്വാസം. വിശ്വാസം എന്നുള്ളൊരു വാക്കിന് എന്താണ്? ട്രസ്റ്റ് എന്നാണ് വരുന്നത്, അല്ലേ? സോ വിശ്വാസം എന്നുള്ളത് എന്താണ്? ട്രസ്റ്റ്. ഇനി അത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു സെന്റൻസിൽ നമ്മൾക്ക് പറയുമ്പോൾ അവനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. എന്താണ്? അവനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സോ എങ്ങനെ നമുക്കത് ഇംഗ്ലീഷിലേക്ക് മാറ്റാമെന്ന് നോക്കാം. അവനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ എന്താണ്? അവനെ പറ്റിയാണ്, നമ്മൾ എന്താണ്? സബ്ജക്റ്റ് ആണല്ലേ? സോ അവൻ. സോ ഹീ കാൺട്ട് ബി ട്രസ്റ്റഡ്. അല്ലെങ്കിൽ എന്താണ്? പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. സോ ഹീ കാൺട്ട് ബി ട്രസ്റ്റഡ്. എന്താണ്? വിശ്വസിക്കണേൻ്റെ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത് ട്രസ്റ്റ്. നമ്മളത് സെന്റൻസിൽ ചേർക്കുമ്പോൾ ഹീ കാൺട്ട് ബി ട്രസ്റ്റഡ്. കഴിയില്ല എന്നാണ് പറയുന്നത്, അല്ലേ? ഹീ കാൺട്ട് ബി ട്രസ്റ്റഡ്. പൂർണ്ണമായിട്ടും കഴിയില്ല. കംപ്ലീറ്റ്ലി. ഹീ കാൺട്ട് ബി ട്രസ്റ്റഡ് കംപ്ലീറ്റ്ലി. കണ്ടോ? വളരെ സിമ്പിൾ ആണ്. അവനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. അവനെ, ഹീ. പൂർണ്ണമായി എന്നുള്ളതിന് മലയാളത്തിൽ നമ്മൾ അങ്ങനെ തന്നെ എഴുതാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ അവനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. ഹീ കാൺട്ട് ബി ട്രസ്റ്റഡ് കംപ്ലീറ്റ്ലി. ഇങ്ങനെയാണ് വാഗ്ദാനം, വിശ്വാസം, ഈ രണ്ട് വാക്കുകളെ നമുക്ക് ഇങ്ങനെയാക്കാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു. English Mitra. Stop worrying, start learning.